ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അതുപോലെ റെസിപ്പീസൊക്കെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതുപോലെ തന്നെ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കടല തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ചെറിയ സവാളയും അതുപോലെ തന്നെ തക്കാളി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഒരു പുട്ടും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറിയും അതുപോലെ തന്നെ പുട്ടും ഒരുമിച്ച് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പുട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ കടല അവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പുട്ടുകുറ്റിൽ പുട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് ഇഷ്ടം. ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ്, കാരണം ഓരോരുത്തർക്ക് ഓരോന്ന് അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതിയല്ലോ. അധികം അങ്ങനെ വേസ്റ്റ് ആയിട്ട് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ പുട്ടുകുറ്റിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ വേസ്റ്റ് ആയിട്ട് പോവില്ലേ അധികം ആകുമ്പോൾ. ഇതിങ്ങനെ ഓരോന്നോരോന്ന് എത്രയാണ് വേണ്ട അതിനനുസരിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതിയല്ലോ. ഇതാണ് മക്കൾക്കൊന്നും കൂടെ ഇഷ്ടവും, ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് കുക്കറിൽ കറി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുട്ടുകുറ്റി വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാമല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അങ്ങനെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കി എടുക്കാം. കടല ഞാൻ കുക്കറിൽ നിന്നും ഇതുപോലെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കടലൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു കടലക്കറി റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 3 ചെറിയ ഉള്ളിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒരു കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓവറായിട്ട് തിളച്ച് പോകരുത് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് തിളച്ച് പോയാൽ കറി പിരിഞ്ഞു പോവും. ഇങ്ങനെ ഈ ഒരു തിള വരുമ്പോൾ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനകത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനകത്ത് ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ വറവിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഒരു കറി. നമുക്ക് പത്തിരിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ പുട്ടും ആ ഒരു തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയൊക്കെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു, ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ ഫുള്ളായിട്ടൊന്ന് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങൊക്കെ തീർത്തു. പിന്നെ മക്കളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അതിന് 2 പേർക്കും ചോറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. മോനിലെ ലഞ്ച് ബോക്സ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ചോറും അതിലേക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ തക്കാളി കറിയും കൂടെയാണ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ മോന് ചോറാണ് കേട്ടോ കൊടുത്തു വിടാറ്. പുട്ട് അങ്ങനെ സ്കൂളിലേക്ക് കൊടുത്തു വിടാറില്ല. എനിക്കെന്തോ പുട്ട് കൊടുത്തു വിടാൻ അത്ര താല്പര്യമില്ല. മോന് വാശി പിടിക്കും, അവന് ചോറ് വേണ്ട, അവന് പുട്ട് മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. പക്ഷേ ഞാൻ അങ്ങനെ കൊടുത്തു വിടാറില്ല. അധികവും ചോറ് തന്നെയാണ് കൊടുത്തു വിടുന്നത്.
അവനതാ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് സ്നാക്സായിട്ട് മോന് കൊടുത്തിട്ടുള്ളത് ആപ്പിളാണ്. അതുപോലെ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ആ ഒരു സ്നാക്സ് ബോക്സിൽ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ബാഗിലൊന്ന് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അവനതാ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മോനെ ഒന്ന് യൂണിഫോമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ മോനെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ അവന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവനതാ ഇറങ്ങിയ സമയത്ത് അവന് അവിടെ ഒരു പൂച്ചനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരികയാണ്. അവനതാ ഞാൻ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവരെയൊക്കെ വിട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്തു. മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പുറത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രഷായി അങ്ങനെതാ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ആവശ്യത്തിന് പോകാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇന്നത്തെ ലഞ്ചൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും പിന്നെ റെഡിയാക്കാൻ നിന്നിട്ടില്ല. അതിനെന്താ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ആവശ്യത്തിന് അങ്ങനെ പോയതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഇൻഷാ അല്ലാ അത് റെഡി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലെത്തിയ സമയത്ത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മക്കൾ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഇതാ ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. നമ്മൾ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 5 സ്ലൈസ് ബ്രെഡ് ഇതാ ഇതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരം മൈദാമാവ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ആദ്യം കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബ്രെഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ബ്രെഡൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ആദ്യം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്രെഡിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നല്ല പോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു രീതിയിലൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് റെഡിയാക്കി തുടങ്ങാം. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. കാരണം ഇവിടെ മോന് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള എല്ലാ സ്നാക്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കാറ്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ സ്നാക്സും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ സ്നാക്സായിട്ട് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോയിലുള്ള
കുറവുകളും അതുപോലെ തന്നെ ഇനി വീഡിയോയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്കിൽ മാത്രമേ എനിക്ക് എന്തൊക്കെയാണ് വീഡിയോയിലെ പോരായ്മകൾ എന്നുള്ളതൊന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഒരു സൈഡൊന്ന് കുക്കായി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും. അതിനതാ ഓരോ സ്നാക്കും ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മളുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മയോണൈസിൻ്റെ കൂടെ ചട്നീൻ്റെ കൂടെ ഒക്കെ ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. മക്കൾക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്നാക്ക്. പ്രത്യേകിച്ച് മോന്, അവന് ഈ ഒരു ഷേപ്പിലുള്ള എന്ത് സ്നാക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന് കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. ഇന്ന് പിന്നെ ഡിന്നറിന് അവന് പ്രത്യേകിച്ച് ഒന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഒന്നും റെഡിയാക്കി എടുക്കണ്ട, കാരണം പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പൊറോട്ടയും ബീഫും കറിയൊക്കെ ഹസ്ബൻഡ് വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഡിന്നറിന് അങ്ങനെ ഒന്നും റെഡിയാക്കിയിട്ടില്ല. ഇന്ന് ഒരു സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ നമ്മൾ വീട്ടിൽ റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ലഞ്ചും ഡിന്നറൊക്കെ പുറത്തുനിന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. ഒരു പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഡിന്നർ അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.